നമസ്കാരം. ഭാരതത്തിന്റെ ആത്മാവ് കുടികൊള്ളുന്നത് നമ്മുടെ ക്ഷേത്രങ്ങളിലും വിജ്ഞാന കേന്ദ്രങ്ങളിലുമാണ്. നൂറ്റാണ്ടുകളോളം വിദേശ അധിനിവേശകർ അടിച്ചേൽപ്പിച്ച അടിമത്തത്തിന്റെ ചങ്ങലകൾ പൊട്ടിച്ചെറിഞ്ഞ് ഭാരതം ഇന്ന് ഉണരുകയാണ്. ഇതിന്റെ ഏറ്റവും വലിയ പ്രതീകമാണ് മധ്യപ്രദേശിലെ ധാർ ജില്ലയിലുള്ള ഭോജ്ശാല. 11-ാം നൂറ്റാണ്ടിൽ രാജാ ഭോജ് സ്ഥാപിച്ച സാക്ഷാൽ വാഗ്ദേവിയായ സരസ്വതി ദേവി കുടികൊള്ളുന്ന ഈ ക്ഷേത്രം ഭാരതീയതയുടെ പ്രതീകമാണ്. എന്നാൽ ഈ പുണ്യഭൂമിയെ വീണ്ടെടുക്കാനുള്ള നീക്കങ്ങളെ തടയാൻ പ്രതിപക്ഷ പാർട്ടികൾ, പ്രത്യേകിച്ച് കോൺഗ്രസ് നടത്തുന്ന നീചമായ ശ്രമങ്ങൾക്കെതിരെ ഇന്ന് ഓരോ ഭാരതീയനും ശബ്ദമുയർത്തേണ്ടിയിരിക്കുന്നു. വോട്ട് ബാങ്ക് രാഷ്ട്രീയം മാത്രം ലക്ഷ്യം വെച്ച് നമ്മുടെ സാംസ്കാരിക ചിഹ്നങ്ങളെ അപമാനിക്കുന്ന ഈ അവിശുദ്ധ രാഷ്ട്രീയത്തെ തുറന്നു കാണിക്കേണ്ടത് കാലഘട്ടത്തിന്റെ ആവശ്യമാണ്. ഭോജ്ശാല എന്നാൽ കേവലം കരിങ്കൽ ഭിത്തിയല്ല, അത് നമ്മുടെ പൂർവികരുടെ വിജ്ഞാനത്തിന്റെ അടയാളമാണ്. രാജാ ഭോജിന്റെ ഭരണകാലത്ത് ലോകമെമ്പാടുമുള്ള വിദ്യാർത്ഥികൾ വിദ്യ തേടിയെത്തിയ ഈ കേന്ദ്രം പിന്നീട് ക്രൂരമായ അധിനിവേശത്തിന് ഇരയാവുകയായിരുന്നു. കാലത്തിന്റെ കുത്തൊഴുക്കിൽ ഒളിക്കപ്പെട്ട ആ സത്യങ്ങൾ ഇന്ന് ASIയുടെ ശാസ്ത്രീയ റിപ്പോർട്ടുകളിലൂടെ പുറത്തു വരുമ്പോൾ അത് ഭാരതീയന്റെ അഭിമാനമാണ്. എന്നാൽ ചരിത്രത്തെ തെറ്റായി വ്യാഖ്യാനിക്കുകയും വർഗീയമായ ലേബലുകൾ ഒട്ടിച്ച് ജനങ്ങളെ വിഭജിക്കാനുമാണ് പ്രതിപക്ഷം ശ്രമിക്കുന്നത്. ഹൈക്കോടതി വിധി സത്യത്തിന്റെ വിജയമാണ്. പക്ഷേ കോടതി വിധികളെ പോലും ബഹുമാനിക്കാതെ തെരുവിലിറങ്ങുന്നവർ യഥാർത്ഥത്തിൽ ജനാധിപത്യത്തെയാണ് അട്ടിമറിക്കുന്നത്. ഒരു ക്ഷേത്രം ക്ഷേത്രമായി തന്നെ നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നത് എങ്ങനെയാണ് വർഗീയതയാകുന്നത്? സാംസ്കാരിക അവകാശങ്ങൾ നേടിയെടുക്കാൻ ശ്രമിക്കുന്നത് ഹിന്ദുക്കളുടെ അവകാശമാണ്. ഈ പോരാട്ടത്തിൽ സത്യം നമ്മോടൊപ്പമാണ്. കോൺഗ്രസിന്റെ ചരിത്രം പരിശോധിച്ചാൽ അവർക്കെന്നും ഭാരതീയ സംസ്കാരത്തോടും പൈതൃകത്തോടും പുച്ഛമാണെന്നത് കാണാൻ സാധിക്കും. സ്വാതന്ത്ര്യം നേടി ഇത്രയും കാലം കഴിഞ്ഞിട്ടും അവർ എന്തിനാണ് നമ്മുടെ പൈതൃകങ്ങളെ തമസ്കരിക്കാൻ ശ്രമിച്ചത്? അയോധ്യയിൽ രാമക്ഷേത്രം വരുന്നതിനെ എതിർത്ത അതേ കൂട്ടർ തന്നെയാണ് ഇന്നും ഭോജ്ശാലയിൽ സരസ്വതി ദേവിക്ക് നീതി ലഭിക്കുന്നതിനെ തടസ്സപ്പെടുത്തുന്നത്. രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള കോൺഗ്രസ് ഹൈന്ദവ വിരുദ്ധത തങ്ങളുടെ രാഷ്ട്രീയ അജണ്ടയുടെ ഭാഗമായി മാറ്റിയോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. വിദേശത്ത് പോയി രാജ്യത്തെ അപമാനിക്കുന്നതും ഇവിടെ സ്വന്തം മണ്ണിലെ സംസ്കാരത്തെ തള്ളിപ്പറയുന്നതും ഇവരുടെ സ്ഥിരം പരിപാടിയാണ്. ഹിന്ദുക്കളെ രണ്ടാം തരം പൗരന്മാരായി കാണുന്ന കോൺഗ്രസിന്റെ ഈ നിലപാട് ജനങ്ങൾ തിരിച്ചറിയുന്നുണ്ട്. രാമക്ഷേത്രം യാഥാർത്ഥ്യമായപ്പോൾ അവർക്ക് വേദനിച്ചെങ്കിൽ ഭോജ്ശാലയിൽ സരസ്വതി പൂജ നടക്കുമ്പോൾ അവർക്ക് നെഞ്ചുവേദന ഉണ്ടാകുന്നത് സ്വാഭാവികം മാത്രമാണ്. ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ സമർപ്പിച്ച റിപ്പോർട്ടുകൾ വെറും കടലാസുകളല്ല, അവ വ്യക്തമായ ശാസ്ത്രീയ തെളിവുകളാണ്. അവിടെയുള്ള സംസ്കൃത ലിഖിതങ്ങളും ക്ഷേത്ര വാസ്തുവിദ്യ ശൈലിയും ആർക്കും നിഷേധിക്കാനാവാത്ത സത്യങ്ങളാണ്. എന്നാൽ ശാസ്ത്രീയ സത്യങ്ങളെ പോലും വോട്ടിനു വേണ്ടി ബലി നൽകാൻ മടിക്കാത്തവരാണ് പ്രതിപക്ഷത്തെ രാഷ്ട്രീയക്കാർ. ASI റിപ്പോർട്ടിനെ അവർ രാഷ്ട്രീയമായ ഗൂഢാലോചനയായി ചിത്രീകരിക്കുന്നത് അങ്ങേയറ്റം ലജ്ജാകരമാണ്. ശാസ്ത്രത്തെ തള്ളിപ്പറയുന്നവർ എങ്ങനെയാണ് നാടിന്റെ വികസനത്തെക്കുറിച്ച് സംസാരിക്കുന്നത്? സത്യം പുറത്തു വരണമെന്ന് ഭയമുള്ളത് കൊണ്ടാണ് ഇക്കൂട്ടർ ഇത്രയധികം ബഹളം വെക്കുന്നത്. ഭോജ്ശാലയിലെ ഓരോ കല്ലും അവിടെ ഒരു ക്ഷേത്രം ഉണ്ടായിരുന്നുവെന്ന് വിളിച്ചു പറയുന്നുണ്ട്. ആ സത്യത്തെ തടയാൻ ഒരു ശക്തിക്കും കഴിയില്ല. സത്യം മൂടിവെക്കാൻ ശ്രമിക്കുന്നവർ ചരിത്രത്തിന്റെ ചവറ്റുകുട്ടയിലേക്ക് തള്ളപ്പെടും. BJP അധികാരത്തിൽ വന്നതിനു ശേഷം ഭാരതത്തിന്റെ സാംസ്കാരിക ചിഹ്നങ്ങൾ സംരക്ഷിക്കപ്പെടുന്നത് പ്രതിപക്ഷത്തിന് സഹിക്കുന്നില്ല. ഭോജ്ശാലയിൽ സരസ്വതി പൂജ നടത്തുന്നതിന് പോലും തടയാൻ ശ്രമിക്കുന്ന ഒരു പ്രത്യേക വിഭാഗത്തെ, അതായത് ഇസ്ലാം മത വിഭാഗത്തെ പ്രീണിപ്പിക്കാൻ തന്നെയാണ്. ഇത്തരത്തിലുള്ള ഇരട്ടത്താപ്പ് നയം ജനങ്ങൾ തിരിച്ചറിയുന്നുമുണ്ട്. അധികാരത്തിന് വേണ്ടി എന്ത് വർഗീയതയും വിളമ്പാൻ മടിക്കാത്തവരാണിവർ. മതേതരത്വം എന്നത് വോട്ട് ബാങ്കിന് വേണ്ടി മാത്രമുള്ളതാണോ? ഹിന്ദുക്കളുടെ വിശ്വാസത്തെ വ്രണപ്പെടുത്തുന്നത് മതേതരത്വമാണെങ്കിൽ ആ മതേതരത്വത്തെ ഞങ്ങൾ തള്ളിക്കളയുന്നു. ഭാരതത്തിന്റെ മതേതരത്വം എന്നത് സർവധർമ്മ സമഭാവനയാണ്, അല്ലാതെ ഹിന്ദുക്കളെ അടിച്ചമർത്തലല്ല. പ്രതിപക്ഷം ഈ ലളിതമായ സത്യമൊന്ന് മനസ്സിലാക്കണം. BJP ഭരണത്തിൽ ഭാരതത്തിന്റെ സംസ്കാരം ലോകത്തിന്റെ മുന്നിൽ തലയുയർത്തി നിൽക്കുകയാണ്. അത് കണ്ട് അസഹിഷ്ണുത കാണിച്ചിട്ട് ഒരു കാര്യവുമില്ല. സുപ്രീം കോടതിയുടെ ഇപ്പോഴത്തെ നിലപാട് സർക്കാർ സ്വീകരിച്ച പക്വമായ സമീപനത്തിന്റെ വിജയം കൂടിയാണ്. ശാന്തമായി കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനും ആ സമുച്ചയത്തിന്റെ പവിത്രത കാത്തുസൂക്ഷിക്കാനും BJP സർക്കാർ എടുത്ത നടപടികൾ പ്രശംസനീയമാണ്. എന്നാൽ ഇതിനെ പോലും വിമർശിച്ച് അരാജകത്വം സൃഷ്ടിക്കാൻ ശ്രമിക്കുന്ന കോൺഗ്രസ് നാടിന്റെ സമാധാനത്തിന് വിഘാതം നൽകുകയാണ്. കോടതി വിധിയെ മാനിക്കാൻ തയ്യാറല്ലാത്തവർ എങ്ങനെയാണ് നിയമത്തെക്കുറിച്ച് സംസാരിക്കുന്നത്? സമാധാനം കാത്തു സൂക്ഷിക്കാവുന്ന ഉത്തരവാദിത്തപ്പെട്ട സർക്കാരിനെ സഹായിക്കുന്നതിന് പകരം ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് കലാപത്തിലേക്ക് നയിക്കാനാണ് ഇക്കൂട്ടരുടെ ശ്രമം. ഇതിനെതിരെ ജനങ്ങൾ ജാഗ്രത പാലിക്കണം. BJP സർക്കാർ നിയമത്തിന്റെ വഴിയിലൂടെ മാത്രമേ സഞ്ചരിക്കൂ. ആ നിയമം ഹൈന്ദവ പൈതൃകത്തെ സംരക്ഷിക്കുന്നതാണ്. അതിൽ യാതൊരു വിട്ടുവീഴ്ചയുമില്ല. രാഹുൽ ഗാന്ധിയും കൂട്ടരും വിദേശത്ത് പോയി രാജ്യത്തിന്റെ സംസ്കാരത്തെ അവഹേളിക്കുമ്പോൾ ഇവിടെ ഭാരതീയർ സ്വന്തം മണ്ണിൽ നീതിക്കായി പോരാടുകയാണ്.
ഭോജശാല പോലുള്ള വിഷയങ്ങളിൽ മൗനം പാലിക്കുന്ന രാഹുൽ ഗാന്ധി എന്തിനാണ് ഇത്തരം സാംസ്കാരിക വിഷയങ്ങളെ ഭയക്കുന്നത്? ഹൈന്ദവ വിരുദ്ധമായ നിലപാടുകൾ സ്വീകരിച്ച് വോട്ട് നേടാമെന്നത് അവരുടെ വ്യാമോഹം മാത്രമാണ്. അത് മനസ്സിലിരിക്കുകയുള്ളൂ. ഇന്ത്യയിലെ ജനങ്ങൾ ഇതെല്ലാം കാണുന്നുണ്ട്. രാഹുൽ ഗാന്ധിയുടെ നിലപാടുകൾ ഭാരതത്തിന്റെ ആത്മാവിനെ വേദനിപ്പിക്കുന്നതാണ്. അദ്ദേഹം ഒരു ദേശീയ നേതാവാണെങ്കിൽ ഭാരതത്തിന്റെ സംസ്കാരത്തെ ബഹുമാനിക്കാൻ പഠിക്കണം. വെറും വോട്ട് ബാങ്ക് രാഷ്ട്രീയം കളിക്കുന്നതിനേക്കാൾ വലിയൊരു ദൗത്യം അദ്ദേഹത്തിനുണ്ട്. പക്ഷേ അതിന് തക്ക പക്വത അദ്ദേഹത്തിന് ഇല്ലാത്തതാണ് ദൗർഭാഗ്യകരം. പ്രിയങ്ക് ഖാർഗെ പോലെയുള്ളവർ RSSനെതിരെ ഉയർത്തുന്ന ആരോപണങ്ങൾ ഭോജശാലയിലെ ശ്രദ്ധ തിരിക്കാനുള്ള ഗൂഢതന്ത്രമാണ്. സാംസ്കാരിക പുനരുജ്ജീവനത്തെ തടയാൻ കള്ളക്കഥകൾ മെനയുന്നവർ ചരിത്രത്തിന്റെ ചവറ്റുകുട്ടയിലേക്ക് പോകുമെന്നതും ഓർത്തിരുന്നാൽ നല്ലത്. ജനങ്ങളുടെ വിശ്വാസത്തെ വ്രണപ്പെടുത്തി അധികാരം പിടിക്കാമെന്ന് കോൺഗ്രസിന്റെ പഴയ തന്ത്രമുണ്ടല്ലോ, അതിനി നടക്കില്ല. RSS എന്ന പ്രസ്ഥാനം രാജ്യത്തിന്റെ നട്ടെല്ലാണ്. അതിനെ തകർക്കാൻ ശ്രമിക്കുന്നവർ ആദ്യം സ്വന്തം പാർട്ടിയുടെ അടിത്തറ ഒന്ന് പരിശോധിക്കുന്നത് നന്നായിരിക്കും. ഭോജശാലയിലെ സത്യം പുറത്തു വരുമ്പോൾ ഇക്കൂട്ടർക്ക് ഉത്തരം മുട്ടും. സത്യത്തിന്റെ മുന്നിൽ കള്ളത്തരങ്ങൾ അധികകാലം നിലനിൽക്കില്ല. ജനങ്ങൾക്കറിയാം ആരാണ് രാജ്യത്തെ സ്നേഹിക്കുന്നതെന്ന്. ഭോജശാലയിലെ ക്ഷേത്ര സ്വഭാവം കോടതി അംഗീകരിക്കുന്ന സാഹചര്യത്തിൽ ഇനി ആരും അതിനെ തടയാൻ വരേണ്ടതില്ല. ഹൈക്കോടതി വിധി നടപ്പിലാക്കാൻ സർക്കാർ ബാധ്യസ്ഥരാണ്. എന്നാൽ ആ വിധി നടപ്പിലാക്കാൻ അനുവദിക്കാതെ തടസ്സങ്ങൾ സൃഷ്ടിക്കുന്ന പ്രതിപക്ഷം നീതിന്യായ വ്യവസ്ഥയോട് കാണിക്കുന്ന അനാദരവാണ്. നിയമവാഴ്ചയുള്ള രാജ്യത്ത് കോടതി വിധിയാണ് പരമപ്രധാനം. അത് നടപ്പിലാക്കാൻ സർക്കാരിനെ അനുവദിക്കാത്തത് രാജ്യദ്രോഹപരമായ നടപടിയാണ്. ജനാധിപത്യത്തിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാം, പക്ഷേ കോടതി വിധിയെ തള്ളിക്കളയുന്നത് നിയമനിഷേധമാണ്. ഇത്തരത്തിൽ പ്രവർത്തിക്കുന്നവരെ നിയമത്തിന്റെ വഴിക്ക് വിടും. BJP സർക്കാർ ജനങ്ങളുടെ പക്ഷത്താണ്, നീതിയുടെ പക്ഷത്താണ്. ഭാരതീയ സംസ്കാരം എന്നത് വെറും ഒരു വാക്കല്ല, അത് ആയിരക്കണക്കിന് വർഷത്തെ പാരമ്പര്യമാണ്. ഭോജശാല തിരിച്ചുപിടിക്കുന്നത് ഒരു ഭരണപരമായ നീക്കം മാത്രമല്ല, അത് ഓരോ ഭാരതീയന്റെയും അന്തസ്സിന്റെ അടയാളം കൂടിയാണ്. ഇതിനെ എതിർക്കുന്നവർ ഭാരതീയതയാണ് എതിർക്കുന്നത്. ഈ പോരാട്ടത്തിൽ BJP എന്നും ഭക്തർക്കൊപ്പം നിൽക്കും. അയോധ്യയിൽ രാമക്ഷേത്രം ഉയർന്നതുപോലെ ഭോജശാലയിലും വാഗ്ദേവി പ്രഭാവത്തോടെ തിരിച്ചുവരും. ആ ദിവസം അടുത്തു. ഭാരതത്തിന്റെ സാംസ്കാരിക പൈതൃകങ്ങൾ സംരക്ഷിക്കപ്പെടുക തന്നെ ചെയ്യും. ഇത് നമ്മുടെ അവകാശമാണ്. ഇതൊരു പോരാട്ടമാണ്. അതിൽ BJP എന്നും മുന്നിലുണ്ടാവുക തന്നെ ചെയ്യും. ഇനിയും ഇത്തരം കള്ളക്കളികൾ തുടരാനാണ് കോൺഗ്രസിന്റെ ഭാവമെങ്കിൽ വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകളിൽ ജനങ്ങൾ അവർക്ക് കൃത്യമായ മറുപടി നൽകും. ഭോജശാലയിൽ സത്യം വിജയിക്കുക തന്നെ ചെയ്യും. വോട്ട് ബാങ്ക് രാഷ്ട്രീയം അവസാനിപ്പിച്ചു രാജ്യത്തിന്റെ പൈതൃകത്തെ അംഗീകരിക്കാൻ പ്രതിപക്ഷം തയ്യാറാവണം. ജനങ്ങൾ ഇതെല്ലാം കാണുന്നുണ്ട്. അവർക്കറിയാം BJP സർക്കാർ ചെയ്യുന്നത് രാജ്യത്തിന്റെ നന്മയ്ക്കാണെന്ന്. കോൺഗ്രസ് എത്ര തന്നെ തടസ്സങ്ങൾ സൃഷ്ടിച്ചാലും ഭാരതം മുന്നോട്ട് പോകും. ഭോജശാല സമുച്ചയത്തിന്റെ നീതിപൂർവമായ ഇടപെടലുകൾ രാജ്യത്തിന്റെ സാംസ്കാരിക ഉണർവിന്റെ പാതയിലാണ്. കോൺഗ്രസിന്റെയും പ്രതിപക്ഷത്തിന്റെയും ഇരട്ടത്താപ്പോ ഹിന്ദുവിരുദ്ധ നിലപാടുകളും ജനങ്ങൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. എത്ര തടസ്സങ്ങൾ സൃഷ്ടിച്ചാലും സത്യം എന്നെങ്കിലും പുറത്തുവരും. ഭോജശാലയിൽ സരസ്വതി ദേവിയുടെ പ്രഭാവം തിരിച്ചെത്തുക തന്നെ ചെയ്യും. സാംസ്കാരിക ഭാരതം ഇനി പിന്നോട്ടില്ല, മുന്നോട്ട് തന്നെയാണ് പോകുന്നത്. ഈ പോരാട്ടത്തിൽ നമ്മൾ വിജയിക്കുക തന്നെ ചെയ്യും. ഭാരതത്തിന്റെ ആത്മാവിനെ സംരക്ഷിക്കാൻ നമ്മൾ ഒറ്റക്കെട്ടായി നിൽക്കണം. ഈ വാർത്തയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യുക. വാർത്തകൾ വേഗത്തിൽ അറിയാനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്.